അപ്രതീക്ഷിതമല്ലെങ്കിലും അമേരിക്ക ഇറാനിൽ B-2 ബോംബറുകൾ വർഷിച്ചിരിക്കുകയാണ്. ലക്ഷ്യമിട്ടത് കൂടുതലും ഫോർദോ എന്ന ആണവ നിലയത്തിലാണ്. ഈ ഒരു ആണവ നിലയങ്ങളുടെ തകർച്ച നമ്മൾ കാണുമ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അമേരിക്ക അജേയരാണോ? B-2 എന്ന് വെച്ചാൽ അമേരിക്കയുടെ ബോംബർ വിമാനമാണ്, സ്റ്റെൽത്ത് വിമാനമാണ്. കടവാതിലില്ലേ, കടവാതിൽ നിങ്ങൾ ബിഗ് ബാറ്റ് അതിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, റഡാറിൽ പിടിക്കില്ല അത്. അതിന് നഗരങ്ങൾ മൊത്തം ബോംബ് ചെയ്ത് കളയും. ഇത് സ്ട്രാറ്റജിക് ബോംബർ എന്നറിയപ്പെടുന്ന വിമാനമാണ്. B-2 ഏരിയൽ, B-52 എന്നൊക്കെ പറയുന്ന വിമാനങ്ങളുണ്ട് അവർ. അപ്പം ലോകത്ത് സ്ട്രാറ്റജിക് ബോംബറുള്ള 3 രാജ്യങ്ങളാണുള്ളത് പ്രധാനമായിട്ടും. ഒന്ന് റഷ്യ, ചൈന ആൻഡ് അമേരിക്ക. അതിലിപ്പോഴും ആ സ്ട്രാറ്റജിക് ബോംബേഴ്സിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന 2 രാജ്യങ്ങളുണ്ട്. റഷ്യക്കൊന്നും ഇപ്പോൾ താല്പര്യമില്ല. അതൊന്ന് ചൈനയും 2 അമേരിക്കയാണ്. അങ്ങനെ ഗ്ലോബൽ സുപ്പീരിയോറിറ്റി ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ മാത്രമാണ് സ്ട്രാറ്റജിക് ബോംബേഴ്സിന് ആവശ്യമുള്ളത്. നമുക്ക് ആവശ്യമില്ല. നമുക്ക് റീജിയണൽ സുപ്പീരിയോറിറ്റി ഫൈറ്റർ പ്ലെയിനുകൾ മതി. ഇപ്പോൾ റഫേൽ, സുഖോയ് MKI എന്നുള്ള വിമാനങ്ങളൊക്കെ ധാരാളമാണ്. ഇതാണ് അതിൻ്റെ ഒരു കാര്യം. ഇത് നമ്മൾ അമേരിക്കനെ വിശ്വസിക്കാൻ പറ്റിയതാണെന്നും അവർക്ക് അവരുടെ താല്പര്യങ്ങൾ മാത്രമാണെന്നും നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. അതങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്ന അമേരിക്കയുടെ ദയ കൊണ്ടുകൂടിയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം പലപ്പോഴും ആളുകൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. അമേരിക്ക ലോകത്തുള്ള ഏത് രാജ്യത്തെയും തോൽപ്പിക്കാൻ അത്രയും ശേഷിയുള്ള പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. ഇപ്പോൾ റഷ്യക്ക് പോലും ഒരു പരിധി കൂടുതൽ അമേരിക്കയ്ക്കെതിരെ പിടിച്ചേക്കാൻ പറ്റില്ല. അത്രയും ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. റഷ്യയും ചൈനയും കൂടി കമ്പൈൻ ചെയ്ത ഫോഴ്സിനും അത്രയും ആയുധങ്ങൾ ഏതാണ്ട് അവരുടെ കയ്യിലുണ്ട്. സമ്പദ് വ്യവസ്ഥയും സ്ട്രോങ് ആണ്. പിന്നെ അമേരിക്ക എന്നുള്ള വികാരമാണ് നാട്ടുകാരുടെ ഇടയിൽ. പിന്നെ അമേരിക്ക ഏതെങ്കിലും ഒരു വംശീയമായ ഒരു പാരമ്പര്യത്തിൽ ഉണ്ടായ ഒരു രാജ്യമല്ല. അത് പല രാജ്യത്തു നിന്നുള്ള ഇവിടുന്ന് പോയ നായന്മാരും ഫ്രാൻസിൽ നിന്ന് വന്നിട്ടുള്ള ഫ്രഞ്ചുകാരും ജർമ്മൻകാരും ആഫ്രിക്കക്കാരും ഇംഗ്ലീഷുകാരും സ്വിറ്റ്സർലാൻഡിലൊക്കെ ഒരുമിച്ചിട്ട് ഒരു രാജ്യമായി മാറുകയാണ്. ഒരു പ്രത്യേക വംശം എന്ന രീതിയിലൊന്നും പറയാൻ പറ്റുന്ന ആളുകളല്ല. അവിടെ വികാരം അമേരിക്കയാണ്. പിന്നെ അവിടെ നല്ല ജനാധിപത്യ സംവിധാനമുണ്ട്. അപ്പം അവരുടെ കയ്യിലുള്ള മുമ്പത്തെ കാലഘട്ടം തന്നെ ആണെങ്കിൽ ഈ ലോകത്തുള്ള വലിയ സാമ്രാജ്യങ്ങൾ മറ്റുള്ള എല്ലാവരെയും അവരുടെ അടിമകളാക്കി മാറ്റും, സാമന്തന്മാരാക്കി മാറ്റും. ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ വിചാരിച്ചാലൊക്കെ പറ്റും. ഇന്നും പവറുള്ള ഭരണഘടനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പവറുള്ളവൻ തന്നെയാണ് ശക്തി. പവറിന് കായികമായ ബലം മാത്രമല്ല, ചില നാട്ടുപ്രദേശങ്ങളിൽ കായിക ബലമായിരിക്കും, അല്ലാത്തടത്ത് പൊളിറ്റിക്കൽ പവറായിരിക്കും. അതിൻ്റെ ഉയർന്ന ലെവലിൽ ബിസിനസ്, സാമ്പത്തികമാണ്. ഇതൊക്കെ ഉള്ളവനാണ് ഇന്ന് ലോകത്തെ ഭരിക്കുന്നത്. അപ്പം ഭരണഘടന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പരിധി വിട്ട് പോകാതെ ഇതെല്ലാം ആളുകൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കലാപമായിരിക്കും. ഒരു തരത്തിലുള്ള റൂൾ ഓഫ് ലോയും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആളുകൾ അങ്ങനെ പരിധി വിട്ട് പോകാതിരിക്കാൻ അത്യാവശ്യം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണഘടനയും നിയമസംഹിതയൊക്കെ. അല്ല, ലോകത്ത് ഇപ്പോഴും ഭരിക്കുന്നത് ആരാണ്? മൈറ്റി ഇസ്രായേൽ എന്ത് ചെയ്താലും ഇസ്രായേൽ ഒരുപാട് യുദ്ധക്കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരെയും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം താലിബാനും സൗദി അറേബ്യയിലേക്കുള്ള പല നിയമങ്ങളും ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ നിരക്കാത്ത നിയമങ്ങളാണ്. ആരെങ്കിലും എന്തും പറയുന്നുണ്ട്? അത് മുസ്ലിങ്ങൾ അവരുടെ ആചാരങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങൾ. അങ്ങനെ പലതും ഓരോ പ്രദേശം നിങ്ങൾ നോക്കിയാൽ മതി. അത് നോക്കുമ്പോൾ ഇന്ന് അമേരിക്ക അവിടെ ഒരു ദയ കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അവർക്ക് നമ്മളെ ബോംബ് ചെയ്യണമെങ്കിൽ ബോംബ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. ഈ ലോകത്ത് 60 തവണ കത്തിക്കാനുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. പലരും വിചാരിച്ച് ചിലപ്പോൾ ആളുകൾ ഇത് മറന്നു പോകും. ഞാനൊക്കെ അമേരിക്കൻ്റെ ക്രിട്ടിക്കാണ്, വിശ്വസിക്കാൻ കൊള്ളില്ല. പക്ഷേ വേറെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടല്ലേ പറ്റുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇറാൻ എന്തുകൊണ്ട് അമേരിക്ക ആക്രമിക്കുന്നില്ല എന്നെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. ഇറാൻ അമേരിക്കയ്ക്ക് പേടിയാണ്. ഇപ്പം എന്തായി? അവർക്ക് ആക്രമിക്കുന്നത് അത് ആക്രമിക്കും. ഒരു സ്ക്വാഡ്രൺ B-52 B-2 പിന്നെ ഏരിയയിലും പിന്നെ വിമാനങ്ങളൊന്നും മതി അവർക്ക് ഇറാനെ നശിപ്പിക്കാൻ. 2-3 സ്ക്വാഡ്രൺ മതി അവർക്ക് ഇന്ത്യനെ നശിപ്പിക്കാൻ. അതൊരു റിയാലിറ്റിയാണ്. പിന്നെ എന്തുകൊണ്ട് അവരെ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ, ഒന്നുകിൽ അവർ മാറ്റി വെക്കുന്നു. 2 നിലവിലുള്ള സിസ്റ്റത്തിൽ അവർ ഹാപ്പിയാണ്. 3 അവർക്ക് നേരിട്ട് അറ്റാക്ക് ചെയ്തപ്പോൾ ഓരോരോ ക്ലസ്റ്റർ ബോംബിനൊക്കെ എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപയാണ് വില. അപ്പോൾ അത്തരം ബോംബുകൾ ഉപയോഗിക്കാതെ തന്നെ അവർക്ക് ഇവിടെയൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ 2-3 കോടി രൂപ എടുത്ത് വിലക്കെടുത്താൽ ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ 200 കോടി നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാക്കാൻ പറ്റും. അവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ ആരെങ്കിലും അവർ സബോട്ടാഷ് ചെയ്തു. ഇപ്പോൾ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധിയുടെയൊക്കെ വധം കൊന്നവർ വെറും ആയുധങ്ങൾ മാത്രമാണ്. ആരെയിൽ ആയുധം വെച്ചു കൊടുത്ത വേറെ പലരുമാണ്. അവരെതിരെ പിടിച്ചിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ വധത്തിന് മുമ്പ്
ഇന്ദിര മരിച്ചാൽ എങ്ങനെ, രാജീവ് മരിച്ചാൽ എങ്ങനെ വന്ന് CIA പേപ്പർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തിൽ അന്വേഷണ കമ്മീഷൻ വന്നു. നമ്മളെ ഈ തനൂനെയും, രാജീവ് ഗാന്ധി കൊലയാളികളായ തനൂനെയും മറ്റേ ഇവനുണ്ടല്ലോ ശിവരാശിനെയും അവരെ എൻകൗണ്ടർ ചെയ്തത് നമ്മുടെ മേജർ രവിയാണ്. മേജർ രവി ഒരു ഒറ്റ ദിവസം മൊത്തം കാത്തു നിന്നല്ലോ ഡൽഹിയിൽ നിന്ന് ഓർഡർ വരെ ഇവരെ ജീവനോടെ പിടിക്കാൻ വേണ്ടിയിട്ട്. നടന്നില്ലല്ലോ. അപ്പോൾ അവർ ഈ ശിവരാശിനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഗൂഢാലോചന പുറത്തു വരും. അത് പുറത്തു വരുന്ന ആർക്കൊക്കെ നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ മേജർ രവി പറയുമല്ലോ അവർ ചത്ത് ശവം പങ്കലിച്ചതിന് ശേഷമാണ് ഉള്ളോട്ട് പോകാനുള്ള പെർമിഷൻ കിട്ടിയത്. ആ രീതിയിൽ അത് പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട് അവർ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ. ഇപ്പോൾ ഇറാനിൽ മൊസാദ് ഏത് രീതിയിലാണ് പെനിട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ടല്ലേ, ആരെവിടെയാണെന്ന് അവർക്ക് അറിയാം, കൃത്യമായിട്ട് അറിയാം. ആ രീതിയിൽ നമ്മുടെ സിസ്റ്റത്തിൽ പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സിസ്റ്റത്തിലുണ്ട് അവർ. അമേരിക്ക എന്ന വൻ ശക്തിയുടെ കളിപ്പാവകൾ തന്നെയാണോ മറ്റെല്ലാ രാജ്യങ്ങളും? അവരുപയോഗിക്കുമ്പോൾ കളിപ്പാവയാണ്. അവരെ കളിപ്പാവ അല്ലാതെ നോക്കാൻ ശ്രമിച്ചാൽ അവർ ഏതെങ്കിലും രീതിയിൽ മിരട്ടും. അപ്പോൾ അതുപോലെയാണ് ഇന്ത്യനെ ഡിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അവരിപ്പം പാകിസ്ഥാൻ്റെ ഭാഗത്തല്ലേ. മുനീർ ദോസ്തിനെ വിളിച്ചിട്ട് ഡിന്നറൊക്കെ കൊടുത്തില്ലേ, അവരവരുടെ കൂടെ അല്ലേ. അവർ BJP വന്നു കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ മോഡി അങ്ങനെ ചെയ്യുന്നില്ല, അതാണ് അത് പ്രശ്നം. അപ്പം മോഡിനെ സപ്പോർട്ട് ചെയ്യണം ഞാൻ പറയാൻ കാരണം BJP നേതാവ് മോഡി ആയതുകൊണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി ആയതുകൊണ്ടാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി കുറച്ചൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നമ്മുടെ സോവറിറ്റി അസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കണ്ണിലെ കരടാണ് മോഡി. ഒരു വല്ലാത്ത റിസ്ക്കാണ് എടുത്തിരിക്കുന്നത്. അവരുടെ കണ്ണിലെ കരടാണ് മോഡി. മോഡീൻ്റെ കാര്യത്തിൽ അവർ തീരുമാനം എടുത്തില്ല എന്ന് തോന്നുന്നു. അവർ വിചാരിച്ച് പെട്ടെന്ന് അവരുടെ വഴിക്ക് കിട്ടുമെന്നായിരുന്നു. കിട്ടാത്തപ്പോഴാണ് ഇപ്പം പല രീതിയിൽ ഇന്ത്യക്കെതിരെ തീരുവ കൂട്ടുന്നു, ചില പ്രസ്താവനകൾ വരുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഹിന്ദുക്കൾ തീവ്രവാദികളെന്ന രീതിയിലുള്ള പ്രമേയം വരുന്നു. ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ ഒരു കാര്യം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഹൈലി അവർ പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും. ആ രാജ്യത്ത് തന്നെ വലിയ ദേശസ്നേഹം പറയുന്ന ആളുകളൊക്കെ തന്നെ അതിലൊരു വിവാദനം അവർ പോക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാനിലേക്കുള്ള ഇത്തരത്തിലുള്ള ഇത് നടത്താനുള്ള കാരണം ഇറാൻ അധികമായിട്ടുള്ള ആണവ ശേഖരം അല്ലെങ്കിൽ ആണവായുധം വികസിപ്പിക്കുന്നു എന്നുള്ള അവരുടെ കണ്ടെത്തലാണ്. അതൊരു കാരണമാണ്. ആണവായുധം ആരുടെ കൈ കിട്ടിക്കഴിഞ്ഞാലും അമേരിക്ക അജയ്യരാണെന്ന് ഞാൻ പറയുമ്പോഴും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ആണവായുധത്തിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് പ്രശ്നം. അമേരിക്ക ഇപ്പോൾ ആണവയുദ്ധം എന്ന് പറഞ്ഞാൽ അമേരിക്ക ജയിക്കുള്ളൂ. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്കയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് പറ്റും. അതാണ് ഒരു ഘടകം. രണ്ട്, ഇറാൻ അമേരിക്കയ്ക്ക് ഇപ്പം ആ ഭൂവിഭാഗത്തെ അമേരിക്കയ്ക്ക് നേരിട്ടുള്ള കൺട്രോളില്ല. ഇപ്പോൾ സൗദി അറേബ്യ അവരുടെ നേരിട്ടുള്ള കൺട്രോളാണ്, പാകിസ്ഥാൻ അവരുടെ നേരിട്ടുള്ള കൺട്രോളാണ്. ഇന്ത്യയിൽ നേരിട്ടുള്ള കൺട്രോൾ ഇല്ലെങ്കിൽ 40% എങ്കിലും അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും. മനസ്സിലായില്ലേ? നമ്മൾ വിചാരിക്കാത്ത പല ആളുകൾ അവരുടെ ഏജൻറ്റുമാരാണ് അവിടെ. അവരുടെ കാര്യം നടക്കും. അപ്പം അതുപോലെ തുർക്കിയിൽ അവർ 60% അവർ വിചാരിക്കുന്ന കാര്യം നടക്കും. നാറ്റോയിലെ മെമ്പർ കൂടിയാണ്. അപ്പം അവരുടെ കാര്യം എന്ന് വെച്ചാൽ അവർ വിചാരിക്കുന്നത് പോലെ അവിടെ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ടാണ്. അതാണ് കാര്യം. പിന്നെ വേറെ കാര്യം അവർ ചെയ്യുന്നത് വെച്ചാൽ അവർ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ ഓരോരോ ഘട്ടങ്ങൾ ഓരോ രാജ്യങ്ങളെ തകർക്കുക എന്നുള്ള അവരുടെ അജണ്ട. സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്നു, പിന്നെ ലിബിയ, സിറിയ, ഇതൊക്കെ അവർ തകർത്തു. പലസ്തീൻ പ്രശ്നം അവർ ലിക്വിഡേറ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ അവരുടെ ലക്ഷ്യം ഇറാനാണ്. ഇറാൻ കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യമായിരിക്കും ഇന്ത്യയാണ്. പിന്നെ ചൈനയോട് അവർ മുട്ടി നോക്കിയാണ്. പക്ഷേ ചൈന അത്യാവശ്യം കെൽപ്പുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യയും ചൈനയൊക്കെ അത്യാവശ്യം കെൽപ്പുള്ള രാജ്യമായതുകൊണ്ട് അവർ അവസാനത്തേക്ക് വെച്ചിരിക്കുകയാണ്. പിന്നെ അവരോട് മുട്ടി നിന്ന് കൊറിയയും നോർത്ത് കൊറിയ മാത്രമാണ് പിന്നെ ഒരു തലവേദന ആയിട്ട് നിൽക്കുന്നത്. അതെങ്ങനെ അവർ അവിടെ ആണവായതുകൊണ്ടുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇന്ത്യയുടെ കാര്യത്തിൽ അതാണ്, ചൈനയുടെ കാര്യത്തിൽ ഈ പ്രശ്നമാണ്. പിന്നുള്ളത് ക്യൂബയും വിയറ്റ്നാമൊക്കെ അവരുടെ വഴിക്ക് പോയി കളഞ്ഞു. അപ്പം നമ്മളൊക്കെ അമേരിക്കയുടെ ദയാദാക്ഷിണ്യത്തിൽ ജീവിക്കുന്നവരാണ്. ഈ റിയാലിറ്റി നമ്മളെ ഉള്ളിൽ ഉണ്ടാവണം. അല്ലാതെ നമ്മൾ വെറുതെ അമേരിക്ക ഇതിനടിയിലേക്ക് വെറുതെ പോസ്റ്റ് അമേരിക്ക ഒന്നും അമേരിക്കയുടെ അണവായുധങ്ങളെ തടയാനുള്ള സാങ്കേതിക വിദ്യ മോഡിജി നേടിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ കമൻറ്റ് കാണാം. ഇതിനൊക്കെ എവിടുന്ന് ഇൻഫർമേഷൻ കിട്ടുന്ന പറച്ചോണ്ടോ മനസ്സിലായില്ലേ? അപ്പം ഈ റിയാലിറ്റി നമ്മൾ അറിയണം. ശത്രുവിനെ അറിഞ്ഞിട്ട് നമുക്ക് ശത്രുവിനെ നേരിടാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.